സീരിയല് എന്ന് പറയുന്നത് മുഴുവനും അതിൽ വഴക്കാണ്. അമ്മായി അമ്മയും മരുമക്കളും സീരിയലിൽ എല്ലാം മിക്കതിലും തന്നെ അത് തന്നെയാണ് അതിന്റെ കഥകള്. അപ്പൊ അത് ഞാൻ പറയുന്നത് എല്ലാവരും ചിലപ്പോ അത് കണ്ട് അനുകരിച്ചൊന്നും വരില്ല, പക്ഷെ ചിലര് അതിനെ അനുകരിക്കുന്നു. അതുപോലെ ഒരു 7 മണിയൊക്കെ ടീച്ചറായിരുന്നു. അപ്പൊ എല്ലാവരും 7 മണിയാകുമ്പോ ടിവിയുടെ മുമ്പിലാണ് സ്ത്രീകള്. കാര്യം ടൈം ആവില്ലായിരിക്കും. അതെ, ആ സമയത്ത് ടൈം ആയിരിക്കില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരിക, നമ്മുടെ മക്കള് അവര് പഠിക്കാണ്ടിരിക്കുക. അപ്പൊ നമ്മളെ ഇപ്പൊ അമ്മൂമ്മമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ടിവിയുടെ മുമ്പിലാണ്. അപ്പൊ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു? അവരും സീരിയൽ കാണാം. കൊച്ചുകുട്ടികൾ സീരിയൽ കാണാൻ വരുന്നു. അവരും ഇതിലെ നെഗറ്റീവുകളാണ് അനുകരിക്കുന്നത്. പോസിറ്റീവ് അവർ കൊച്ചുകുട്ടികൾ അങ്ങനെയാണല്ലോ, അവർക്ക് തിരിച്ചറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത് കൂടുതലും അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മാഡം പറഞ്ഞു ജ്വാല, അതൊക്കെ ഒരു ടൈമാണ് 3-3:30 സമയാനും കാണാറുണ്ടത്. പക്ഷെ അന്ന് നമ്മുടെ കുട്ടികളെ അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വരുന്നില്ല, ഹസ്ബൻഡ് വരുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബകാര്യം നോക്കാൻ പറ്റും, നമ്മൾ സീരിയലും കാണുന്നു. പക്ഷെ ഇതിൽ നിന്ന് അതുപോലെ ഒത്തിരി നെഗറ്റീവുകൾ ഇങ്ങനെ വഴക്ക് വരുമ്പോഴത്തേക്കും എന്താ അത് കണ്ട് അനുകരിച്ചു പോകുന്നു. ഈ പറയുന്ന പോലെ ഇപ്പൊ അമ്മായിമ്മ മരുമകൾ എന്നുള്ള ആ ഒരു വഴക്കൊക്കെ സീരിയലില് വളരെ കുറവാണ്. പൊതുവെ ജനറേഷൻ മാറിയതനുസരിച്ചിട്ട് കുടുംബവിളക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുഴുവൻ അതാണ്. അത് കഴിഞ്ഞല്ലോ ചേച്ചി, കുറച്ച് ജനറേഷൻ മാറുന്നതനുസരിച്ചിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, മോൻ മരിച്ചാലും ശരി മരുമകളുടെ കണ്ണുനീര് കാണും. സീരിയല് തുടങ്ങിയ സമയം തൊട്ട് അന്നോട്ട് ഇന്ന് വരെ നോക്കണമെങ്കിൽ അമ്മായിമ്മ പോര്, തമ്മിലടി, പരദൂഷണം, അവിഹിതം, ഇത്രയും കാര്യങ്ങളാണ് അന്ന് തൊട്ട് ഇന്ന് വരെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയില്ല. ഇന്നിപ്പോ കൂടുതലായിട്ട് തന്നെ. അല്ല, ഞാൻ പറഞ്ഞ ഇന്നും റേറ്റിംഗ് വൈസ് വെച്ച് നോക്കണമെങ്കിൽ ഇന്ന് കേറിയിട്ടുള്ളൂ. അത് കൂടുതലായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ചെയ്യുമ്പോ കുറച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാം. തമ്മി തല്ലുന്നതും ഒക്കെയാണ് ഇഷ്ടം. അല്ലാതെ എല്ലാവരും നല്ലവരായിട്ട് എങ്ങനെ ശാന്തമായിട്ട് പോണ ഏത് പ്രോഗ്രാം ഹിറ്റ് ആയിരിക്കണം? കാണുന്നവരില്ല.